പ്രധാന വാർത്തകൾ. ലോക കേരള സഭാ സമ്മേളനത്തിൽ സ്പോൺസർഷിപ്പിനെ ന്യായീകരിച്ച് CPIM. സ്പോൺസർഷിപ്പ് വാങ്ങുന്നതിൽ എന്താണ് തെറ്റെന്ന് AK ബാലൻ. വിവാദമുണ്ടാക്കുന്നത് സ്പോൺസർഷിപ്പ് എന്താണെന്ന് അറിയാത്തവരെന്നും വിമർശനം. പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ എന്തോ അസുഖമുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു 33 kV സബ്സ്റ്റേഷനിൽ നിന്നുള്ള ഊർജം കൊണ്ടും ഭേദപ്പെടുന്നതല്ല ഇത്. 400 kV നിന്ന് നേരിട്ട് ഇലക്ട്രിസിറ്റി കൊടുത്താലേ എന്നാൽ തന്നെ ട്രാൻസ്ഫോർമർ പൊട്ടി. പണപ്പിരിവ് ആര് പറഞ്ഞിട്ടെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാന സർക്കാർ 2000 കോടി കൂടി കടമെടുക്കുന്നു. ഇതിനായി കടപ്പത്രം ഇറക്കും. തീരുമാനം ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ പ്രതിസന്ധിയിലാകാനുള്ള സാധ്യത കണക്കിലെടുത്ത്. ലൈംഗിക പീഡന പരാതിയിൽ ബ്രിജ്ഭൂഷണെതിരായ FIR വിവരങ്ങൾ പുറത്ത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും FIR. ഗുസ്തി താരങ്ങളുടെ തുടർ സമര പരിപാടികൾ തീരുമാനിക്കാൻ കുരുക്ഷേത്രയിൽ ഇന്ന് ഖാപ് മഹാപഞ്ചായത്ത്. അയോധ്യയിലെ റാലി മാറ്റി ബ്രിജ്ഭൂഷൺ. താമരശ്ശേരിയിൽ വിദ്യാർത്ഥിനിക്ക് ലഹരി നൽകി പീഡിപ്പിച്ചു. ചൊവ്വാഴ്ച കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തിയത് താമരശ്ശേരി ചുരത്തിൽ നിന്ന്. പ്രതിയെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ്. മംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ സദാചാര ആക്രമണം. 7 പേർ കസ്റ്റഡിയിൽ. പിടിയിലായവർ തീവ്ര ഹിന്ദു സംഘടനാ പ്രവർത്തകരെന്ന് പോലീസ്. പരിക്കേറ്റ 3 വിദ്യാർത്ഥികളും ആശുപത്രിയിൽ. കണ്ണൂർ ട്രെയിൻ തീവെപ്പിൽ കസ്റ്റഡിയിലുള്ള ഉത്തരേന്ത്യൻ സ്വദേശിയുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. പ്രതിയുടെ വിരലടയാളം തിരിച്ചറിഞ്ഞു. ചോദ്യം ചെയ്യൽ തുടരുന്നു.